അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മാത്രമല്ല, ഇന്ത്യൻ ക്രിക്കറ്റിൽ പോലും ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള താരം. IPL 3 വ്യത്യസ്ത ടീമുകളിലെ പ്ലേ ഓഫിലേക്ക് എത്തിച്ച ക്യാപ്റ്റൻ. IPL ട്രോഫി നേടുന്നു, രഞ്ജി ട്രോഫി നേടുന്നു, ഇറാനി ട്രോഫി നേടുന്നു, സായിദ് മുസ്തഫ അലി ട്രോഫി നേടുന്നു, ചാമ്പ്യൻസ് ട്രോഫി നേടുന്നു. ഇതെല്ലാം നേടിയെടുത്തിട്ടും അംഗീകാരങ്ങൾ തേടി വരാത്തൊരു ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. 2024 ശേഷമാണ് ഈ നേട്ടങ്ങളെല്ലാം എന്നുള്ളതും അടിവരയിട്ട് പറയേണ്ടതാണ് കേട്ടോ. പലപ്പോഴും അർഹിക്കുന്ന അംഗീകാരം ആ വഴിയിലൂടെ പോലും വരുന്നില്ല. കഴിഞ്ഞ തവണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കിരീടം നേടിയപ്പോൾ ക്യാപ്റ്റന്റെ കുപ്പായത്തിലും ശ്രേയസ് അയ്യർ ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ ക്രെഡിറ്റ് മൊത്തം പുള്ളിയുടെ കയ്യിലേക്ക് കിട്ടിയില്ല. കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീർ വലിയൊരു പങ്ക് ക്രെഡിറ്റും തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയും അയാൾ അണ്ടർ റേറ്റഡ് ആയി ആ ഒരു ടീമിന്റെ ഭാഗമായിട്ട് അടുത്ത സീസണിൽ തുടർന്നതുമില്ല. ഇന്ന് ഇന്ത്യൻ ടെസ്റ്റ് ടീം വന്നപ്പോഴും ഞെട്ടിയ പേരായിരുന്നു. ഇന്ത്യൻ എ ടീമിന്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് ഇല്ലാതിരുന്നപ്പോൾ തന്നെ എന്തുകൊണ്ട് ശ്രേയസ് അയ്യറിന്റെ പേര് വന്നില്ല എന്നൊരു ഞെട്ടലുണ്ടായിരുന്നു. പക്ഷെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും ശ്രേയസ് അയ്യർ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ഭാഗമായിരിക്കുന്നു. വിരാട് കോഹ്ലി ഇല്ലാത്ത, രോഹിത് ശർമ്മ ഇല്ലാത്ത, വലിയ സീനിയർ താരങ്ങളൊന്നുമില്ലാത്ത ഒരു ടീമിലേക്ക് എത്തുമ്പോൾ മധ്യനിരയിൽ മോശമല്ലാത്ത രീതിയിൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുന്ന ശ്രേയസ് അയ്യരെ പോലെ വിശ്വസ്തനായിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ ഇന്ത്യൻ ടെസ്റ്റ് ബാറ്റിംഗ് നിരയുടെ മധ്യനിരയിലേക്ക് എത്തും എന്ന് പല ക്രിക്കറ്റ് ആരാധകരും പ്രതീക്ഷിച്ചെങ്കിൽ, വിശ്വസിച്ചെങ്കിൽ ആ വിശ്വാസങ്ങളെല്ലാം മായ്ച്ചു കളയുന്ന വിധത്തിലായിരുന്നു ഇന്ന് ടെസ്റ്റ് ടീം പ്രഖ്യാപിച്ചത്. ഗിൽ എന്ന് പറയുന്ന ഒരു പുതിയ ക്യാപ്റ്റന്റെ കീഴിൽ, പന്ത് എന്ന് പറയുന്ന വൈസ് ക്യാപ്റ്റന്റെ കീഴിൽ, ബുംറയുടെ നേതൃത്വത്തിലുള്ള ബൗളിംഗ് നിരയുടെ കീഴിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു പുതിയ ഇറ ഇന്ത്യൻ ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ശ്രേയസ് അയ്യറിന്റെ ശ്രേയസിനെ എന്തുകൊണ്ട് ഇന്ത്യൻ ടെസ്റ്റ് ടീം, എന്തുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിശ്വസിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും ഒരിക്കലും ശ്രേയസ് അയ്യറിനെ തേടി കൃത്യമായ അംഗീകാരങ്ങൾ എത്തുന്നില്ല. പക്ഷെ ഓരോ കയ്യടികളും അയാൾ തട്ടിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ 11 വർഷത്തിന് ശേഷം ഒരു ടീമിനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കുന്നു. അതും 18 സീസണുകൾക്കിടയിൽ 3-ാം തവണ മാത്രമാണ് ആ ഒരു ടീം പ്ലേ ഓഫിലേക്ക് എത്തുന്നത്. പഞ്ചാബ് കിങ്സിന്റെ നായകനായി അവരെ മുന്നിൽ നിന്ന് നയിക്കും. കഴിഞ്ഞ തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ മുത്തമിടുമ്പോൾ ഇന്ത്യയുടെ മധ്യനിരയിലെ ഏറ്റവും വിശ്വസ്തനായ പോരാളിയായി ശ്രേയസ് അയ്യർ നിറഞ്ഞു നിന്നിരുന്നു. ശ്രേയസ് അയ്യർ നിങ്ങൾ കിടുവാണ്. ആരൊക്കെ അംഗീകരിച്ചില്ലെങ്കിലും ഒരുപാട് ക്രിക്കറ്റ് പ്രേമികൾ നിങ്ങളുടെ ശ്രേയസിന് കൈയടിച്ചിരിക്കും. പഞ്ചാബ് കിങ്സ് ഈ തവണ കപ്പടിക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ശ്രേയസ് അയ്യർ എന്ന് പറയുന്ന ക്യാപ്റ്റൻ പഞ്ചാബ് കിങ്സിന്റെ ഓരോ ആരാധകർക്കും പുത്തൻ സ്വപ്നങ്ങൾ നൽകിയിട്ടുണ്ട്. IPL ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള താരം ക്യാപ്റ്റൻ അത് ശ്രേയസ് അയ്യർ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുപോലെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അതുപോലെ അണ്ടർ റേറ്റഡ് ശ്രേയസ് അയ്യർ ആണെങ്കിൽ IPL ഏറ്റവും ഓവർ റേറ്റഡ് ആയിട്ടുള്ള താരം ആരായിരിക്കും? കമന്റ് ബോക്സ് പറയട്ടെ.